തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിലെ ആയമാര് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളോട് ചെയ്ത ക്രൂരതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വൈകുന്നേരം ഇങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാനും ആ വാർത്ത കണ്ടത്. രാത്രിയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് 3 ആയമാർ ചേർന്ന് മാറി മാറി 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജനനേന്ദ്രിയം ഞുള്ളിപ്പറിച്ച് അവിടെ നല്ല മുറിവുകൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഞാൻ വൈകുന്നേരം ന്യൂസ് കാണുന്നത്. ആ സമയം തന്നെ ഞാൻ ഓർത്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. വേറൊന്നും കൊണ്ടല്ല, അവരെ 2 എണ്ണം പറയണം എന്ന് ഓർത്തിട്ട് തന്നെയാണ്. ഈ ശിശുക്ഷേമ സമിതിയിൽ ഈ കുട്ടികൾ എത്തിച്ചേരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ തന്നെ അവരുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. ചെറുപ്രായത്തിലെ അമ്മ മരിച്ചുപോയി. അതായത് ഒരു 1.5-2 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അമ്മ മരിച്ചു പോവുകയും ആ അമ്മയുടെ 16 മരിച്ച് 16ന്റെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പം ഇത്രയോ 2 വയസ്സ് 2.5 വയസ്സിനുള്ളിൽ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ കെയറും കാര്യങ്ങളും കൊടുക്കേണ്ടടുത്ത് കട്ടിലിൽ മൂത്രമൊഴിച്ചു എന്നുള്ളൊരു നിസ്സാര കാര്യത്തില്, അതായത് നമുക്ക് മക്കളുള്ളതാണ്, നിങ്ങൾക്കും മക്കളുള്ളതല്ലേ, അവിടെ ആയമാരായിട്ട് പോയി നിൽക്കുന്നത് പിന്നെ എന്തിനാണ്? ചുമ്മാ അവിടെ ഇരുന്ന് കണ്ടവരുടെയും അയൽക്കാരുടെയും എല്ലാം കുറ്റവും പറഞ്ഞ് കൂടിയിരുന്ന് ചിരിച്ചും കളിച്ചിരിക്കാനാണോ? ആ പിള്ളേരെ നോക്കാൻ വേണ്ടിയുള്ളതല്ല. എന്നിട്ടല്ലേ പൈസ മേടിക്കേണ്ടത്. നിങ്ങൾക്ക് ശമ്പളവും കിട്ടണം, പിള്ളേർ മൂത്രം ഒഴിക്കാൻ പാടില്ല, അപ്പിടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പിയിട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്തേനെ? ഞാൻ ഓർക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ 3 സ്ത്രീകൾക്കും മക്കളില്ലാത്തവരാണോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം നിങ്ങളുടെ മക്കള് ഈ കട്ടിലൊന്നും മുള്ളാതെയാണോ ജനിച്ച് വീണപ്പം തൊട്ട് വളരുന്നത്? അപ്പൊ അവരെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടാകുക എന്നാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് 3 മക്കളാണ് കേട്ടോ. അവര് ഒരു പ്രായം വരെ കട്ടിലിൽ മൂത്രം ഒഴിക്കുമായിരുന്നു. അത് തന്നെ നിർത്തുകയും ചെയ്തു. എന്നാലും 4 വയസ്സുള്ള എന്റെ മോളെ ഇടയ്ക്കിപ്പം കുറച്ച് ദിവസമായിട്ട് കട്ടിലിൽ മൂത്രം ഒഴിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ടൈം കഴിഞ്ഞിട്ട് അടുത്ത ടൈമിൽ വരുന്ന ആയമാരി കുട്ടികളെ കുളിപ്പിച്ചപ്പം സഹിക്കാൻ പറ്റാതെ കാറിയെന്ന്. അപ്പം അവിടെ തൊടാൻ പറ്റാതെ, അത് കഴുകാനോ ഒന്നും പറ്റാത്ത രീതിയിൽ കിടന്ന് കാറി. അന്നേരമാണ് ഇവര് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇതേപോലെ മുറിഞ്ഞിരിക്കുന്നത്, ഇതേപോലെ ഞുള്ളി മുറിച്ച് വെച്ചിരിക്കുന്നത് കാണുന്നത്. അതേപോലെ തന്നെ കുട്ടിയുടെ പുറകിലും ഒക്കെ പുറകുവശത്തെല്ലാം ഇഷ്ടം പോലെ ഞുള്ളി മാന്തി പറിച്ചൊക്കെ വെച്ചേക്കുന്നു. അതും 3 ആയമാര് ചേർന്നെന്നാണ് പറയുന്നത്. 3 പേരെ പോലീസ് പിടികൂടി. എന്നാലും ഞാൻ ഈ ശിശുക്ഷേമ സമിതിയുടെ ഒരു കാര്യം ഓർക്കുമായിരുന്നു. അവരെ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വേണമെങ്കിൽ അവർക്കത് അവരുടെ ആ ഒരു സമിതിക്ക് നാണക്കേടാകും, അവരുടെ പേര് നാശമാകും എന്ന് കരുതി അവർക്കത് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ അത് ഒതുക്കി തീർക്കുകയോ അവരെ പിരിച്ചുവിടുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ കുട്ടികളെ അന്നേരം തന്നെ ഇത് അറിഞ്ഞ സമയമേ ആശുപത്രിയിൽ എത്തിക്കുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്ത് ആയമാർക്കെതിരെ നല്ല നടപടി സ്വീകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇപ്പം നിങ്ങളുടെ പേര് നാശമാകുമല്ല, അതിൽ നിന്നും നിങ്ങളുടെ ശിശുക്ഷേമ സമിതിയുടെ പേര് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ആയമാര് മുഖാന്തരം നിങ്ങൾക്ക് മോശപ്പേര് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ആ ഒരു സമിതിയിലുള്ള അംഗങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. തുടർന്നും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ ഉള്ള ആയമാര് കുട്ടികളെ നോക്കിക്കഴിഞ്ഞ് അവർ ആ കുട്ടികളെ നന്നായിട്ടാണോ കുളിപ്പിച്ചിരിക്കുന്നത്, അവരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടോ, നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടും കൂടെ വേറൊരാളെ നിർത്തുവാണെങ്കിൽ അത് കുറച്ചും കൂടെ, കാരണം വെച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം കുട്ടികൾക്ക് വാതുറന്ന് എന്നെ ഇവര് ഞുള്ളി അടിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല. 2.5 വയസ്സുള്ള കുട്ടീനെ കട്ടിലിൽ മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞ് അവര് കുറെ അടിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു. അത് മനസ്സിലാകാനുള്ള പ്രായമായി. ഇപ്പോഴും ഞങ്ങള് പള്ളിയിലൊക്കെ പോകുമ്പോൾ എന്റെ കുഞ്ഞൊന്നും അടങ്ങിപ്പോലും ഇരിക്കത്തില്ല. 4 വയസ്സായി. എന്നാലും അടങ്ങിയിരിക്കുക നമുക്ക് പോകുമ്പോൾ മുട്ടായി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ പോലും അടങ്ങിയിരിക്കത്തില്ല. അന്നേരം ഈ 2-2.5 വയസ്സുള്ള കൊച്ച എന്ത് അനുസരിക്കാനാ? നിങ്ങൾ പറഞ്ഞ ഉടനെ മുള്ളാതിരിക്കാൻ, അല്ലെങ്കിൽ രാത്രിയിൽ അതിനെ മുള്ളിച്ച് കിടത്തുവോ, അല്ലെങ്കിൽ രാത്രി സമയത്ത് വല്ല ഡയപ്പറും കാര്യങ്ങളും ഇട്ട് കൊടുക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പോകാൻ വഴി വേണം നിങ്ങൾ ഇതിനു വേണ്ടി കരുതാൻ. അല്ലാതെ അതുമല്ല, നിങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കുന്നത് ആ പിള്ളേരെ നോക്കാൻ വേണ്ടിയല്ലേ. അപ്പം നിങ്ങൾ പിന്നെ എന്തിനാ ശമ്പളം മേടിക്കുന്നത്? ആ പിള്ളേരെ നോക്കി അവർ അപ്പിയിട്ട കഴുകണം, മുള്ളിയ അതും കഴുകണം, കട്ടിലൊക്കെ വൃത്തിയാക്കണം, എല്ലാം ചെയ്യണം. അല്ലാതെ നിങ്ങൾ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അങ്ങനെയുള്ളവർ ഇങ്ങനെ കുഞ്ഞുങ്ങൾ മുള്ളുന്നതും തൂർന്നതും ഒന്നും കഴുകാൻ പറ്റത്തില്ലാത്തവരാണെങ്കിൽ ഇങ്ങനത്തെ ജോലിക്കൊന്നും പോകാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും. എന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും അച്ഛന്റെ പരിചരണവും, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളും മുട്ടായി എല്ലാം കിട്ടുന്നത് നോക്കിയിരുന്ന് അവരോട് കളിച്ച് വളരേണ്ട മക്കളാണ്. ചെറുപ്രായത്തിലെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടു പോയി. എന്നാ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങളുടെ മുഖമൊന്നും ഓർക്കാനും തോന്നിയില്ല. അതുങ്ങൾ എന്നാ ചെയ്തിട്ട് അതുങ്ങൾക്ക് ഈ ഒരു ഗതി വന്നു. അന്നേരം നമ്മൾ കൂടുതലായിട്ട് അവരെ കെയർ ചെയ്യേണ്ട ആൾക്കാർ തന്നെ
ആയമാരെന്നുള്ള ദുഷ്ട കൂട്ടങ്ങളെ പോലെ, പിശാചുക്കളെ പോലെ അവിടെ കയറി ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് ഇങ്ങനത്തെ പണി കാണിച്ചല്ലോ എന്ന് ഈ വാർത്ത കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ ആ ഡോക്ടർമാരുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് ന്യൂസ് ഒന്നും കാണാതെ ഇരിക്കുമായിരുന്നു. കാരണം അത് കാണാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഇങ്ങനെയും കൂടെ ഒരു വാർത്ത കേൾക്കുന്നത്. അന്നേരം ഇതിനെതിരെ രണ്ടെണ്ണം പറയാതിരിക്കാനായിട്ട് തോന്നുന്നില്ല. ഈ ആയമാർക്ക് ഏറ്റവും പോസ്കോ കേസൊന്നും ചുമത്തിയാൽ പോരാ, വേറെ എന്തെങ്കിലും നല്ല കൂടിയ ശിക്ഷകൾ തന്നെ വിധിക്കണം. ഇതേപോലെ ഒരായമാരും അവിടെ വളർത്തുന്ന കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ ഇനി അനുവദിക്കരുത്. അതേപോലെ ഒരു ശിക്ഷ ഈ ആയമാർക്ക് കിട്ടണം.